ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഏട്ടത്തിയുടെ ആവശ്യം ഞാൻ കോടതിയിൽ നിങ്ങളുടെ പേര് പറയാതിരിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ ജയിലിലും ആവണം. നിങ്ങൾക്ക് കണിമംഗലത്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണം. അവസാനം മുത്തശ്ശിയും സമ്മതിച്ചു അല്ലേ? സമ്മതിച്ചു. കാരണം പ്രിയങ്ക ഇവിടെ ഇല്ലാതെ രാധിക വരില്ല. നിനക്ക് രാധികയെ കാണാനും പറ്റില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ സമ്മതിച്ചത്. ഇത്രയും കാലം സഹിച്ചില്ലേടാ. രാധികയുടെ മനസ്സൊന്ന് പരുവപ്പെടുന്നത് വരെ ഒന്ന് സഹിച്ചേക്ക്. അവര് പോയിട്ടൊന്നും വിളിച്ചില്ലല്ലോ ദേവാ. നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ടമ്മേ, പ്രിയങ്ക നമ്മുടെ മകളാ. അവളോട് നമ്മൾ ക്ഷമിച്ച രീതിയിൽ ഒരുപക്ഷെ കണിമംഗലത്തുകാർക്ക് പറ്റണമെന്നില്ല. അവരുടെ തീരുമാനം എന്തായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രാധികയല്ലേ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രിയങ്ക മോളാ. ഹലോ, എന്തായി മോളെ? ഇവിടെ വന്നപ്പോ എല്ലാരും എനിക്കെതിരായിരുന്നു മുത്തശ്ശി. പക്ഷേ ചേച്ചി എല്ലാരോടും നന്നായിട്ട് സംസാരിച്ചതുകൊണ്ട് എന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. അതവള് സംസാരിച്ചതുകൊണ്ടൊന്നും അല്ല, നിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. അല്ല മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചേനെ. അതെ മുത്തശ്ശി, ഫോണൊന്ന് അച്ഛനും കൊടുത്തേ. സ്പീക്കറിലിടാം. മോളെ, അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാരും കേൾക്കുന്നുണ്ട്. മോള് പറഞ്ഞോ. അച്ഛാ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ചേച്ചി എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരുടെ പിണക്കവും മാറ്റി. പ്രതീക്ഷിക്കാതിരുന്നിട്ടും ഞാനിപ്പോ കണിമംഗലത്തിന്റെ മരുമകള് തന്നെയായി. നന്നായി മോളെ. ഇനിയെങ്കിലും നിങ്ങൾ മക്കള് രണ്ടുപേരും ഒരു പിണക്കവും ഇല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതാ അച്ഛന് പറയാനുള്ളത്. അച്ഛാ, ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. അച്ഛാ, കൈകൂപ്പി നന്ദി പറയേണ്ടത് നിന്നോടാ. എന്തിന് അച്ഛനൊന്ന് വെറുതെ ഇരുന്ന്? ഇവളെന്റെ അനിയത്തിയല്ലേ. ഇവളുടെ കാര്യം നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അച്ഛനമ്മ എന്നെ വളർത്തിയതിന്റെ അർത്ഥം എന്താ? മോളെ, ആ അമ്മേ, ഇനി പേടിക്കൊന്നും വേണ്ട. ഇവളിപ്പോ നല്ല കുട്ടിയാ. ഇനി മുതല് ഇവളെല്ലാവരെയും വാശിയോടെ സ്നേഹിക്കാൻ തുടങ്ങും. കുറച്ചു ദിവസം കഴിയുമ്പോ ഇവളെ കുറിച്ച് പരാതി പറഞ്ഞ് എല്ലാവരും അത് മാറ്റി പറയും. നോക്കിക്കോ. നീ അവളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസ. മോളെ രാധികയെ, കുടുംബത്തിനോടുള്ള സ്നേഹവും കാരണവന്മാരോടുള്ള ബഹുമാനമൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് നല്ല പേര് വാങ്ങിക്കൊടുക്കുന്നത്. അത് മോക്ക് മനസ്സിലായോ? മനസ്സിലായച്ചാ, ഞാൻ നോക്കിക്കോളാം അവളെ. അച്ഛന് സന്തോഷായി മോളെ. അവൾ തെറ്റുകൾ ചെയ്താലും അത് തിരുത്താൻ എന്റെ മോളെ അച്ഛൻ വളർത്തിയിട്ടുണ്ടല്ലോ. എന്നാ ശരി മോളെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം അച്ഛാ.
ഇപ്പൊ എന്ത് പറയുന്നു അമ്മ? പ്രിയങ്ക മോള് പറഞ്ഞു കേട്ടില്ലേ? രാധിക മോളുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കുക. ആ രാധിക മോളെ കുറ്റം പറയുന്നത് അമ്മയൊന്ന് മതിയാക്കണം. ദേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. ആ ചൊല്ലിന്റെ അർത്ഥം ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുന്നത് നല്ലതാ. ഉം. ആരോട് പറയാൻ? അമ്മ അമ്മയുടെ മനസ്സ് തിരുത്തില്ല. അത് അങ്ങനെ തന്നെ ആയിപ്പോയില്ലേ? അമ്മ അങ്ങനെ ആയിപ്പോയി, സാരമില്ലടോ. അമ്മ ശാപവാക്കുകൾ പറഞ്ഞാലും അത് ചിരിച്ചുകൊണ്ടാ ഇപ്പൊ എന്നെ രാധിക മോള് സ്വീകരിക്കുന്നത്. അതിനുള്ള സഹനശക്തി ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓ, വല്ലാത്തൊരു പേടിയാ ഇപ്പൊ അവസാനിച്ചത്. കണിമംഗലത്തെ കാര്യത്തില് എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. എപ്പോഴും അതേ കുടുംബത്തിനൊരു ആപത്ത് വരുമ്പോ അത് നുള്ളിക്കളയുന്നത് രാധികയുടെ രൂപത്തിലായിരുന്നു. ഈ പ്രിയങ്കയ്ക്ക് എന്താ പറ്റിയത്? ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് അവള് രാധികയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങിയ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ശരിയാവുന്നത്? ഈ കൂട്ടുകെട്ട് ശരിയാവില്ല. എങ്ങനെയെങ്കിലും രാധികയിൽ നിന്നും പ്രിയങ്കയെ അകറ്റിയേ പറ്റൂ. കൽപ്പന, പ്രിയങ്കയും കൂട്ടി നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വഴിപാടുകളൊക്കെ ഒന്ന് കഴിപ്പിക്കണം. ഞങ്ങൾ കുറെ നേർച്ചകളൊക്കെ നേർന്നിരുന്നു. എല്ലാം നിനക്ക് വേണ്ടിയാ. ചെറിയമ്മയും ഏട്ടത്തെയും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? പോലീസ് സ്റ്റേഷനില് എന്നെ കാണാൻ വന്നപ്പോ കോടതിയിൽ ഏതോ മികച്ച വക്കീല് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടെന്തേ ആരും കണ്ടില്ല? അയ്യോ, അത് ആ അഡ്വക്കേറ്റ് ഡൽഹിയിലായിരുന്നു. ഓ, അദ്ദേഹത്തിന് കൃത്യസമയത്ത് വരാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. എന്തിനാ ഏട്ടത്തി കള്ളം പറയുന്നത്? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതുമില്ല. ഏട്ടത്തിയുടെ ആവശ്യം ഞാൻ കോടതിയിൽ നിങ്ങളുടെ പേര് പറയാതിരിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ ജയിലിലും ആവണം. നിങ്ങൾക്ക് കണിമംഗലത്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണം. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെ രാധിക ഇല്ലാതാക്കണമെന്ന് ആലോചിച്ചത് ഞങ്ങളില്ലല്ലോ, നീയായിരുന്നില്ലേ?